2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ഭരണം പിടിക്കണമെന്ന് ഒരുപക്ഷെ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗുകാരായിരിക്കും. കാരണം അധികാരമില്ലാതെ 5 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. 2016 വരെ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ കേരളത്തിൽ തുടർന്നു വന്നിരുന്നത്. മുൻപൊക്കെ കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ ലീഗിനതൊരു പ്രശ്നമല്ലായിരുന്നു. കാരണം കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന മന്ത്രിസഭ ആയിരിക്കുമെന്നുള്ള കാര്യം അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കേരളത്തിൽ ഭരണമില്ലെങ്കിലും കേന്ദ്രത്തിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗമാകാനും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കാനുമൊക്കെ അതൊരു സഹായമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരമേറ്റതോടെ ആ ഒരു പ്രതീക്ഷ അടഞ്ഞു. പിന്നെ ലീഗിനുള്ള ആകെ ഒരു ആശ്വാസം കേരളമായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിൽ മാറ്റഭരണം വന്നു. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ഒന്നാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ കയറുകയും ചെയ്തു. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് മാറി. 2021 സ്വാഭാവികമായും വീണ്ടും കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെ മുസ്ലിം ലീഗുകാർ കരുതി. ഇതുവരെ നടന്നു വന്നിരുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയായിരുന്നല്ലോ. എന്നാൽ UDFനെ മൊത്തത്തിൽ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി LDF തുടർഭരണം നേടി. മുസ്ലിം ലീഗ് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്തെത്തിയിട്ട് ഏകദേശം ഒരു പതിറ്റാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള ഭരണം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആവശ്യകത മുസ്ലിം ലീഗിനാണ്. 10 വർഷത്തോളമായി അധികാരത്തിന് പുറത്തുള്ള മുസ്ലിം ലീഗിൻ്റെ അണികൾ ഇപ്പോൾ അസ്വസ്ഥരാണ്. അതിന് കാരണം ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF അധികാരത്തിലെത്തുമോ എന്ന കാര്യം നിഷ്പക്ഷ രാഷ്ട്രീയ ചിന്തകർ പോലും ഉറപ്പിച്ചു പറയുന്നില്ല എന്നുള്ളതാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അന്നും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന്. എന്നാൽ ആ പ്രതീക്ഷകളെ ഒക്കെ തകിടം മറിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതുപോലുള്ള മറ്റ് അധികാര കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഇടയ്ക്കിടെ വിവാദങ്ങൾ ഉയരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതും പ്രശ്നങ്ങൾ ഏതുമില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും മുസ്ലിം ലീഗ് തയ്യാറായി നിൽക്കുകയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ UDF അധികാരം പിടിക്കേണ്ടത് കോൺഗ്രസിനേക്കാൾ ലീഗിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് തന്നെ. പ്രശ്നങ്ങളെല്ലാം ഒരു വശത്തുകൂടെ ലീഗ് പരിഹരിച്ചു കൊണ്ടുവരുമ്പോൾ മറുവശത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങളെ വലുതാക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നൊരു പരാതി ലീഗിനുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന നിർദ്ദേശവും അവർ പലതവണ മുന്നോട്ട് വച്ചിരുന്നു. PV അൻവർ വിഷയം ഉൾപ്പെടെ UDFുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ മുൻകൈയെടുത്തത് മുസ്ലിം ലീഗാണ്. ഇതിൽ PV അൻവറിൻ്റെ കാര്യത്തിൽ ലീഗിൻ്റെ ഒരു നിർദ്ദേശവും കോൺഗ്രസ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, VD സതീശൻ എന്ന ഒറ്റ വ്യക്തിയുടെ തീരുമാനങ്ങളാണ് ഇനി കോൺഗ്രസിനുള്ളിൽ നടക്കാൻ പോകുന്നത് എന്ന ഒരു സൂചനയും പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയെടുത്തു. PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗ് മുന്നോട്ട് വച്ച ഒരു നിർദ്ദേശവും കോൺഗ്രസ് അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കോൺഗ്രസിനായിരിക്കുമെന്ന് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറഞ്ഞത്. എന്തായാലും നിലമ്പൂർ ജയിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. 2026 ഏതു വിധേനയും കേരള ഭരണം പിടിക്കണമെന്ന തീരുമാനം ഇതുവരെ ലീഗിൻ്റെ മാത്രമായിരുന്നെങ്കിലും കോൺഗ്രസും ഇപ്പോൾ ആ ഒരു പാതയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ജയസാധ്യതയുള്ള സീറ്റുകളിൽ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസും ലീഗും തമ്മിൽ ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചുമാറാനുള്ള ചർച്ചകൾക്ക് തുടക്കമായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്നാണ് UDF നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സീറ്റുകൾ വച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് പല അനൗദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായത്. എറണാകുളം ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെ ഇത്തരത്തിൽ പരസ്പരം സീറ്റുകൾ വച്ചുമാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് UDF വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ 2 സീറ്റുകൾ കോൺഗ്രസും UDFും തമ്മിൽ വച്ചുമാറാനുള്ള ധാരണയായി കഴിഞ്ഞതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ജയസാധ്യത മുൻനിർത്തിയുള്ള ഈ സീറ്റ് വച്ചുമാറലിന് കോൺഗ്രസും മുസ്ലിം ലീഗും അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്.
UDFിനെ സംബന്ധിച്ച് ഓരോ തെരഞ്ഞെടുപ്പിലും അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് 2 ജില്ലകളിൽ നിന്നാണ്. മധ്യ കേരളത്തിലെ എറണാകുളം ജില്ലയും വടക്കൻ കേരളത്തിലെ മലപ്പുറം ജില്ലയുമാണ് മിക്കവാറുമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFിന് അനുകൂലമായി നിലകൊള്ളുന്നത്. ഈ എറണാകുളം ജില്ലയിലെ 2 സീറ്റുകൾ പരസ്പരം വച്ചുമാറുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ ഉയർന്നു വന്നതും ഒരു ഏകദേശ ധാരണയായതും. ലീഗും കോൺഗ്രസും തമ്മിൽ വച്ചുമാറാൻ തീരുമാനമെടുത്ത 2 സീറ്റുകളിൽ ഒന്ന് കളമശ്ശേരിയാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി സീറ്റ് ഇപ്പോൾ നിലവിൽ ലീഗിൻ്റെ കയ്യിലാണ്. കഴിഞ്ഞ തവണ വലിയ അട്ടിമറി നടന്ന മണ്ഡലം കൂടിയാണ് കളമശ്ശേരി. അന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അവിടെ ജയിച്ചത് ഇപ്പോഴത്തെ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവാണ്. മുസ്ലിം ലീഗ് നേതാവും മുൻ പൊതുമരാമത്ത് മന്ത്രിയുമായ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായിരുന്നു അന്ന് കളമശ്ശേരി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. അന്ന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ നിന്നതുകൊണ്ട് മാത്രമാണ് ആ സീറ്റ് ലീഗിന് നഷ്ടപ്പെട്ടതെന്നുള്ള വാദങ്ങൾ അന്ന് ലീഗ് പ്രവർത്തകർ തന്നെ ഉയർത്തിയിരുന്നു. കളമശ്ശേരി UDFിൻ്റെ ഉറച്ച കോട്ടയാണെന്നും അവിടെ CPMന് ജയിക്കാനുള്ള വോട്ടുകളില്ല എന്നും ഇലക്ഷന് മുൻപ് തന്നെ UDF അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആ ധാരണയെ തിരുത്തിക്കൊണ്ടാണ് പി രാജീവ് അവിടെ നിന്നും വിജയിക്കുന്നത്. ഇതിനിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ ജയിപ്പിക്കില്ല എന്ന് ലീഗുകാർ തീരുമാനിച്ചത് കൊണ്ടാണ് അവിടെ പി രാജീവ് ജയിച്ചു കയറിയതെന്ന ന്യായീകരണങ്ങളും എത്തിയിരുന്നു. പാലാരിവട്ടം പാലം അഴിമതിയുടെ പേരിൽ പ്രതിക്കൂട്ടി നിന്നിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ ലീഗ് നേതൃത്വവും സീറ്റ് നൽകില്ലെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ഇതോടെയാണ് തനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ തൻ്റെ മകന് സീറ്റ് ലഭിക്കണമെന്ന് ഇബ്രാഹിം കുഞ്ഞ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇബ്രാഹിം കുഞ്ഞ് തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ജയിക്കുമായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് പ്രവർത്തകർ അവകാശപ്പെട്ടത്. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരി മണ്ഡലത്തിൽ ജനകീയനായ നേതാവായിരുന്നു എന്നാണ് ലീഗിൻ്റെ അവകാശവാദം. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിന് സീറ്റ് നൽകിയാൽ അത് UDFിൻ്റെ ജയത്തെ ബാധിക്കുമെന്ന ഭയമാണ് ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റി അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് നൽകാൻ നേതൃത്വം തീരുമാനിച്ചത്. ഒരർത്ഥത്തിൽ ലീഗ് നേതൃത്വം തീരുമാനിക്കുകയല്ലായിരുന്നു, ഇബ്രാഹിം കുഞ്ഞ് സമ്മർദ്ദ തന്ത്രത്തിലൂടെ അങ്ങനെ തീരുമാനിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിനെ മാത്രമല്ല, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെയും അംഗീകരിക്കാൻ കളമശ്ശേരിയിലെ ജനങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായ VE ഗഫൂറിനെ പി രാജീവ് തോൽപ്പിച്ചത് 15,336 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കളമശ്ശേരിയിൽ മത്സരിച്ചാൽ ജയസാധ്യതയില്ലെന്നാണ് UDF വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കളമശ്ശേരിയിൽ മത്സരിക്കുന്നതെങ്കിൽ ജയസാധ്യത വളരെ കൂടുതലാണെന്നും UDF വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കളമശ്ശേരി സീറ്റ് കോൺഗ്രസിന് നൽകാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് എന്നാണ് വിവരം. കളമശ്ശേരി സീറ്റിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിന്നാൽ കോൺഗ്രസ് അവിടെ വൻ വിജയം സ്വന്തമാക്കുമെന്നാണ് UDF കരുതുന്നത്. എറണാകുളത്തെ UDF പ്രവർത്തകരെ സംബന്ധിച്ച് മുഹമ്മദ് ഷിയാസ് വളരെ ജനകീയനായ നേതാവാണ് എന്നുള്ളതും എറണാകുളം ജില്ലയിലെ കോൺഗ്രസിൻ്റെ യുവമുഖം ആണെന്നുള്ളതും ഷിയാസിന് സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹൈബി ഈഡനെ പോലുള്ള നേതാക്കൾ മുഹമ്മദ് ഷിയാസിന് അനുകൂലമായി നിലകൊള്ളുന്നു എന്നുള്ളതും ഷിയാസിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. മുഹമ്മദ് ഷിയാസിനെ DCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റേണ്ട എന്ന ആവശ്യമുന്നയിച്ച് ഈ അടുത്ത് ഹൈബി ഈഡൻ രംഗത്തെത്തിയിരുന്നു. ഷിയാസിനെ കളമശ്ശേരിയിൽ മത്സരിപ്പിച്ചാൽ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് UDF കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ലീഗും തമ്മിൽ കളമശ്ശേരി സീറ്റ് വച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനൗദ്യോഗിക ധാരണയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്താൽ പകരം കോൺഗ്രസിൻ്റെ മറ്റൊരു സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കേണ്ടി വരും. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നിരുന്നു. അക്കാര്യത്തിൽ ധാരണയുമായിരുന്നു. കളമശ്ശേരി സീറ്റ് കോൺഗ്രസിന് നൽകിയാൽ പകരം തങ്ങൾക്ക് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നത് പെരുമ്പാവൂരാണ്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിലയിരുത്തലിൽ പെരുമ്പാവൂർ നിയമസഭാ സീറ്റ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിടാൻ സാധ്യതയുണ്ടെന്ന സൂചനകളുണ്ട്. കോൺഗ്രസ് നേതാവായ എൽദോസ് കുന്നപ്പള്ളിയാണ് പെരുമ്പാവൂരിലെ MLA. എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതുപോലും വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ്. മാണി കോൺഗ്രസിലെ ബാബു ജോസഫിനെതിരെ അന്ന് 2899 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് എൽദോസ് കുന്നപ്പള്ളി നേടിയത്. ഇത്തവണ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ലഭിക്കില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കളമശ്ശേരി സീറ്റ് ലീഗ് കോൺഗ്രസിന് നൽകുമ്പോൾ പകരം കോൺഗ്രസ് പെരുമ്പാവൂർ സീറ്റ് ലീഗിന് നൽകാനാണ് ഇപ്പോൾ ഏകദേശ ധാരണ ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഈ പെരുമ്പാവൂർ മേഖല. അതുപോലെ തന്നെ യാക്കോബായ വിശ്വാസികൾക്കും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പെരുമ്പാവൂർ. PB തങ്കച്ചനും എൽദോസ് കുന്നപ്പള്ളിയും അടക്കമുള്ളവർ ജയിച്ചത് മുസ്ലിം സമുദായത്തിൻ്റെയും യാക്കോബായ സഭയുടെയും പിന്തുണ കൊണ്ടാണ്. ഈ മന്ത്രിസഭയുടെ കാലത്ത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കില്ലെന്ന കാര്യമേ ഏകദേശം ഉറപ്പായിരുന്നു.
അദ്ദേഹത്തെ മാറ്റുന്നതാണ് പെരുമ്പാവൂർ സീറ്റ് നിലനിർത്താൻ നല്ലതെന്നുള്ള വാദം ചില കോൺഗ്രസ് നേതാക്കൾ നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പെരുമ്പാവൂർ നിയമസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിക്കൊണ്ട് കളമശ്ശേരി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉയർന്നു വന്നത്. ഈ തീരുമാനത്തോട് ലീഗും അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചത് എന്നാണ് വിവരം. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിന് നിലവിലുള്ള സ്വാധീനം ലീഗിന് ഗുണകരമാകും എന്ന വിലയിരുത്തലാണ് നേതൃത്വം. നിലവിലെ സാഹചര്യത്തിൽ പെരുമ്പാവൂരിൽ UDF സ്ഥാനാർത്ഥി, അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വവും അതുപോലെ കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത്. ഇത്തരത്തിൽ UDFിലെ നിരവധി സീറ്റുകളിൽ ഒരു വച്ചുമാറൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഈ കൂട്ടത്തിൽ പറയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിൽ ലീഗിന് യാതൊരുവിധ സ്വാധീനവുമില്ലാത്ത പല പ്രമുഖ സീറ്റുകളിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്, പരാജയപ്പെടുന്നുമുണ്ട്. ഈ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്താൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി അടിസ്ഥാനത്തിൽ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. കാരണം ഏതു വിധേനയും ഇത്തവണത്തെ ഭരണം പിടിക്കുക എന്നുള്ളത് UDFിൻ്റെ, പ്രത്യേകിച്ചും ലീഗിൻ്റെ ലക്ഷ്യമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അതുമാത്രമേ ഉള്ളൂ ലക്ഷ്യം. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും മുസ്ലിം ലീഗ് തയ്യാറാക്കും. കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.